ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കുത്തന്നൂർ ചിമ്പുകാട് പുത്തൻകുളം 11-കാരി ശ്രീഭൂമികയുടെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ സുമനസ്സുകൾ കനിയണം. ശ്രീഭൂമികയെ ജീവിതത്തിലേക്ക് എത്തിക്കാനായി സഹായം തേടുകയാണ് പിതാവ് ചന്ദ്രൻ. പൂർണ്ണ വളർച്ചയെത്താതെ ജനിച്ച ശ്രീഭൂമികയുടെ തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുണ്ടായ തകരാറാണ് ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. ഇങ്ങനെ പുത്തനൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ താമസിക്കുന്ന ചന്ദ്രനാണ്. എൻ്റെ ഒരു മോള് ഈ ഭൂമിക എന്ന് പറഞ്ഞിട്ട് 6 മാസത്തിൽ ബ്ലഡ് ക്ലോട്ടിനായിട്ട് കുട്ടിക്ക് ഇപ്പോൾ 11 വയസ്സ്. നമ്മൾ ആദ്യം ചികിത്സ തുടങ്ങിയത് പാലക്കാടായിരുന്നു. പാലക്കാട് മോൾ ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല, അതിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് SIT തിരുവനന്തപുരം ഹോസ്പിറ്റലിലോ ബ്രെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തത് അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ണിൻ്റെ. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ഷൊർണൂരിൽ ആയിരുന്നു. അങ്ങനെ കുട്ടി ഇപ്പോൾ നടക്കില്ല, സംസാരിക്കില്ല. ഇപ്പോൾ ഒരു 70% 60% ആയിട്ടുണ്ട്. നേരത്തെ കണ്ണുകാഴ്ചയ്ക്കായിരുന്നു, ഇപ്പോൾ ഒരു 50% കണ്ണുകാഴ്ച കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിനി തുടർ ചികിത്സ കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ 30 ലക്ഷം രൂപ ചിലവാക്കിയാണ്. നമ്മൾ വാടക വീട്ടിലാണ് താമസം. അപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടി തുടർ ചികിത്സ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഈ കുട്ടി ഇവിടെ ചികിത്സ ചെയ്യാനും കുട്ടീനെ നടക്കാനും ഇതിന് അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നത് തിരുനെല്വേലിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചെയ്യാറുള്ളത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി 6 മാസം കൊണ്ട് നടന്നാൽ അത്രയും നല്ലത്. 1 വർഷമായി കഴിഞ്ഞാൽ അത്രയും നമ്മളവിടെ തിരിച്ച് ചികിത്സിക്കും. അവിടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് തരിക ഒരു ദിവസം. നമ്മൾ വലിയ റൂമെടുത്ത് താമസിക്കണം, ഫാമിലിയായിട്ട് അവിടെ താമസിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ല. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികത്തിലല്ല. വർക്ക്ഷോപ്പ് ഉടമയായിരുന്ന കുത്തന്നൂർ ചിമ്പുകാട് പുത്തൻകുളം വീട്ടിൽ ചന്ദ്രൻ വർക്ക്ഷോപ്പും കിടപ്പാടവും വിറ്റും കടം വാങ്ങിച്ചും ചികിത്സിച്ചെങ്കിലും പൂർണ്ണതോതിൽ അസുഖം ഭേദമായില്ല. വർക്ക്ഷോപ്പ് വിറ്റ് ഹോട്ടൽ പണിയെടുത്താണ് ചന്ദ്രൻ മകളുടെ ചികിത്സയും നോക്കുന്നത്. നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ തുടങ്ങിയതും കൈകാലുകൾക്ക് ബലം വച്ച് തുടങ്ങിയതും ചന്ദ്രനും കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ശ്രീഭൂമികയുടെ തുടർ ചികിത്സയ്ക്ക് 20 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുമെന്ന ഡോക്ടർമാരുടെ അറിയിപ്പാണ് ചന്ദ്രനെയും ഷുഗർ പേഷ്യൻ്റായ ചിത്രയെയും തളർത്തുന്നത്. തളരുന്നവർക്ക് താങ്ങാവുന്ന സമൂഹം ചന്ദ്രനെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രൻ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.